അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ വന്ന് അച്ഛൻ പോയി. ഇപ്പോൾ പോയതിൻ്റെ ഒരു കുഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഗൈസ് അച്ഛൻ പോയി. ഇനി അച്ഛൻ മാർച്ചിൽ മെയിലൊന്നും അച്ഛൻ വരുന്നുണ്ടായിരിക്കില്ല. അച്ഛന് നെക്സ്റ്റ് അപ്പോൾ ഇപ്പം എന്തായാലും അച്ഛൻ മാർച്ചിലാണ് അച്ഛൻ ലീവ്, ശരിക്കും പ്രോപ്പർ ലീവ്, ആനുവൽ ലീവ് ഉള്ളത്. അപ്പോൾ അതിനെന്താ അച്ഛൻ വരുന്നുണ്ടായിരിക്കില്ല, ഇനി മെയിലും വരുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ എന്തായാലും അതാണ് അന്നത്തെ വീഡിയോ. അപ്പം നിങ്ങൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് വരും. വീഡിയോയിലേക്ക് പോവാം ഗൈസ്. അങ്ങനെ അച്ഛൻ യാത്ര വകയാണ്. ടാറ്റു കൊടുക്കല്ലായിരിക്കും ഗൈസ്, ടാറ്റു കൊടുക്കും. അച്ഛൻ പോവാണ് ഗൈസ്. അപ്പം പോണതിന് മുന്നേ അച്ഛൻ അമ്മയുടെ ഫോണിൽ എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛൻ പൊളിച്ച് ഫ്രഷായി 10 മണിക്ക് അച്ഛനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 10 മണിക്ക് അച്ഛൻ ഇവിടെ നിന്ന് ഇറങ്ങും. നമ്മൾ 3 മണിക്കാണ് അച്ഛൻ്റെ ഫ്ലൈറ്റ്. ഇപ്പോൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അങ്ങനെ പ്രത്യേകിച്ച് പിന്നെ അപ്പൂസ് അച്ഛന് കുറച്ച് സാധനം കൂടി വേണം. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി പോയേക്കുവാണ്. അപ്പോൾ അമ്മ ഇവിടെ ഉണ്ട്. അമ്മ തറവാട്ടിൽ നിന്ന് മിനിഞ്ഞാന്ന് എത്തിയത്, ഞാൻ ഇന്നലെയാണ് എത്തിയത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വഴി അച്ഛൻ പോകുന്നവരെ വ്ളോഗോടുകൂടി ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കും ഗൈസ്. അങ്ങനെ ഗൈസ് അച്ഛൻ റെഡി ആയി ഗൈസ്. അച്ഛൻ പോവാണ്. അങ്ങനെ ഇനി എന്ന് വരും? ഓ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കിടു നമ്മളെ പറ്റി പറയണത്. അങ്ങനെയൊക്കെയാണ് പറയണത്. പിള്ളേര് എന്തിനും വരുമ്പോ ഞാനും വരുമല്ലോ. അത് അച്ഛനും അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. വലിയ വേണം. പെട്ടിയാണ്ടേ, പെട്ടിലാണ് മോള്. Okay. Happy journey, uncle. Thank you. Happy journey. Thank you. അങ്ങനെ അച്ഛൻ പോയി. അച്ഛൻ പോയി കിടുവിന്റെ മുഖം പോയി. എന്താ കിടു വിഷാദനായി. എന്ത് വിഷാദനായതോ? അങ്ങനെ അച്ഛൻ പോയി. പിറ്റേ ദിവസമായിട്ട് അച്ഛൻ പോയിട്ട് അച്ഛൻ പോയപ്പോൾ ഞങ്ങൾ മൂടൊക്കെ പോയി. കാരണം വലിയ എന്തോ ഒരു ഇത് വളർന്ന് പോയ പോലെ. അപ്പോൾ ആ മൂടൊക്കെ പോയപ്പോൾ ഞങ്ങൾ അങ്ങനെ പോയി കിടന്നു. അപ്പോൾ ഞങ്ങളിന്ന് പോവാണ്. ഞാനും എൻ്റെ ആൻറ്റിയും അച്ഛനും പിള്ളേരും കൂടി ഞങ്ങളിന്ന് ചെറുപ്പളശ്ശേരിക്ക് യാത്ര പറയുകയാണ് ഗൈസ്. അപ്പോൾ കാരണം നാളെ പിള്ളേർക്ക് കിടന്ന് സ്കൂളുണ്ട്. അപ്പോൾ ഞങ്ങൾ പോവുകയാണ്. 3 മണിയാകുമ്പോൾ വണ്ടി വരും. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാനുള്ള ഒരുക്കാനാണ്. അപ്പം അമ്മയ്ക്കും വയ്യ, ഒരു സുഖമില്ല. അപ്പോൾ ഇന്നത്തെ ചിക്കൻ കറി ഉണ്ട്, വേറെ ഒന്നും ഇപ്പോൾ ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾ പുറമൊന്നും ഉണ്ടാക്കേണ്ട, അതിനൊക്കെ മേടിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഗീ റൈസും പിന്നെ ബീഫ് കോക്കനട്ട് ഫ്രൈ മേടിച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ട, ഞാനൊരു മുട്ട തിന്നു, എനിക്കത് മാത്രം മതി എന്ന് പറഞ്ഞു. വേറെ ഒന്നും എനിക്ക് വേണ്ട പറഞ്ഞു. അപ്പോൾ പിള്ളേർക്ക് കൊടുക്കുക, റെഡിയാവാം. അങ്ങനെ പോവുക. റെഡിയാവണമെന്നില്ല, ഇങ്ങനെ കയറി കാറിലിരിക്കുക, അവിടെ പോയിട്ട് ഇറങ്ങുക, അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ഇത് ഞാൻ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എൻ്റെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറഞ്ഞിരുന്ന സാധനങ്ങളായിരുന്നു കേട്ടോ. അത് പംകിനും അതുപോലെ പംകിൻ സീഡ്സും അതുപോലെ തന്നെ മക്കാന
ദാറ്റ് മീൻസ് ലോട്ടസ് സീഡ്സ്, താമരയുടെ സീഡാണിത്. ഇത് രണ്ടും. അപ്പോൾ അവിടെയൊന്നും കിട്ടാത്തത് കൊണ്ട് പംകിൻ സീഡ് അവിടെ കിട്ടും, പക്ഷേ അങ്ങനെ അന്വേഷിച്ചിറങ്ങാത്തത് കൊണ്ട് വാങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എന്താ മഖാന ഞാൻ അവിടെ കടയിൽ വാങ്ങാൻ കിട്ടുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, പക്ഷേ ഓൺലൈനിലാണ് ഞാൻ കൂടുതൽ കണ്ടത്. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ വീട്ടിലേക്ക് വന്നപ്പോൾ ഞാനിവിടെ വൈമാളിയിൽ നിന്ന് മേടിപ്പിച്ചാണ് കേട്ടോ ഞാനത്. പംകിൻ സീഡും അതുപോലെ തന്നെ ലോട്ടസ് സീഡ്സും. ലോട്ടസ് സീഡ് നമ്മൾ എന്താണ് ഒരു ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് ഫ്രൈ ചെയ്തിട്ടൊക്കെ നമുക്ക് കഴിക്കാം. അതിന് വേണ്ടി മേടിച്ചതാണ് ഞാൻ. ഇതിനോട് ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ 2 ഐറ്റംസ്, പക്ഷേ ഇതിലിട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എൻ്റെ ഡയറ്റ് എനിക്ക് പക്ക ആക്കണമെന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാനത് ഇവിടെ നിന്ന് മേടിച്ച് കൊണ്ടുപോകുന്നത്. പിന്നെ ഞാൻ ഇവിടെ നിന്ന് കുറച്ച് സ്ട്രോബെറീസും ഒക്കെ മേടിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ അന്വേഷിച്ചപ്പോൾ സ്ട്രോബെറി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇവിടെ വൈമാളിയിൽ നിന്ന്, ഇവിടുത്തെ സാധാരണ നമ്മൾ സ്ട്രോബെറി കഴിക്കുമ്പോൾ ഒരു പുളി, നോർമലി പുളിയാണ് നമുക്ക് എവിടെ നിന്ന് വാങ്ങുമ്പോൾ നമുക്ക് ഉണ്ടാവാറ്. പക്ഷേ ഇവിടെ നിന്ന് നമ്മുടെ ഇവിടെ വൈമാളിയിൽ നിന്ന് മേടിച്ചപ്പോൾ ഞാൻ എന്നെ കാണിച്ചിട്ടോ, നമ്മളിവിടെ വൈമാളിയിൽ നിന്ന് മേടിച്ചപ്പോൾ പുളി ഉണ്ട്, പക്ഷേ അതിന് പ്ലസ് നല്ല സ്വീറ്റും ആയിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കിവിയും സ്ട്രോബെറി ഒക്കെ മേടിച്ചിട്ടുണ്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇനി എൻ്റെ ഡയറ്റ് പക്കയാക്കണം എന്ന് വിചാരിക്കേണ്ട രസപ്പം അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാം.